ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഈ കടുത്ത വേനൽക്കാലത്തിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞ തവണത്തേക്കാളും അതികഠിനമായ ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. നാട്ടിൽ മനുഷ്യർക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ട് നേരിടുന്ന തരത്തിലുള്ള ചൂടിലേക്കുമായിരിക്കും പോവുക. ഈ കൊല്ലുന്ന ചൂടിനാൽ മാമരങ്ങൾ വേവുന്നു, പുല്ലിൻ്റെ കാര്യം എന്ത് പറയേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ പോലും ഇറങ്ങി വരുന്ന ഒരവസ്ഥയിലേക്കായിരിക്കുമോ കാര്യങ്ങൾ പോകുന്നത്. മുൻകാലങ്ങളിലും അതിൻ്റെ സൂചനകളൊക്കെ നമ്മൾ കണ്ടു. അത്ര ഘോരമൃഗങ്ങളല്ലെങ്കിൽ പോലും കാട്ടിലുള്ള മറ്റ് ചെറിയ മൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതും വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഈ വർഷം ഇപ്പോൾ തന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസങ്ങളിൽ തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ റേഞ്ചിൽ ധാരാളമായി ആന ഇറങ്ങുന്നുണ്ട്. ഈ പുലികൾ ഇറങ്ങുന്നുണ്ട് നാട്ടിൽ. കാട്ടുപന്നി പിന്നെ സ്ഥിരം വരികയാണ്, സർവ്വസാധാരണമായി കഴിഞ്ഞാൽ. അതിപ്പോൾ നമ്മൾ നാട്ടുപന്നി എന്ന് പറയേണ്ട സ്ഥിതിയിലേക്ക് കാട്ടുപന്നിയുടെ രീതി മാറി. കാരണം അത് മധുരക്കിഴങ്ങും കപ്പയും അതും ഇതൊക്കെ കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗം എന്തുണ്ടെങ്കിലും അത് കൊണ്ടുപോകും. വാഴയൊക്കെ മറിച്ചിട്ടിട്ട് അത് വേറെ രൂപത്തിലായി. മലയോരങ്ങളിലൊന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത, മലയോരം എന്ന് പറയുന്നത് ഇപ്പോൾ നന്ദിയോട് പോലുള്ള അത്ര വലിയ മലയില്ലാത്ത നന്ദിയോടിൻ്റെ ഈ ഭാഗത്ത് പോലും ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. പാലോട് പോലുള്ള റേഞ്ച് അല്ലാത്തടത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം കാട്ടുപന്നി ഒരു നിത്യസംഭവമായി. കാട്ടുകുരങ്ങും നാട്ടിലേക്ക്, ഇത് രണ്ടും നിത്യമായി. മയിൽ നാട്ടിലേക്ക് അത് വളരെ നിത്യമായി കണ്ടു കഴിഞ്ഞു. പിന്നെ കാട്ടാനയാണ് ഇത് വലിയ ബുദ്ധിമുട്ട് ഒരുപാടുണ്ടാക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വളരെ അതികഠിനമായ ചൂടാണ് കാടിനകത്ത്. അപ്പോൾ ചൂടായതുകൊണ്ട് അതിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഭക്ഷ്യക്ഷാമമുണ്ട്. ഇതിനകത്ത് കാടിൽ ചക്കയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വസ്തു. ആർക്ക്? നമ്മുടെ ആനയ്ക്കൊക്കെ. ചക്ക കാണുകയാണെങ്കിൽ പ്ലാവൊക്കെ ഉള്ള പറമ്പിൽ അത് സ്ഥിരം വരും. അപ്പോൾ പ്ലാവുള്ള പറമ്പിൽ വന്നാൽ എന്ന് പിന്നെ കാട്ടിൽ കുറച്ച് ചക്ക വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ പ്ലാവ് വയ്ക്കാന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. മാനിന് ഏറ്റവും ഇഷ്ടം ഈ ഇളം പ്ലാവൊക്കെയാണ്. ഇളം പ്ലാവ്, ഇളം തൈ, മാവിന് അത് പച്ച അപ്പം തന്നെ അത് കെടുത്തുകൊണ്ട് പോകും. അപ്പോൾ കാട്ടിനകത്ത് നമ്മൾ ഈ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു പരിപാടിയൊക്കെ ഗവൺമെൻറ് ആലോചിച്ചു. പക്ഷേ അവർ വച്ചിട്ടെങ്കിൽ പോരും വനംവകുപ്പ്. പിന്നെ അത് അവിടെ പിടിക്കുന്ന വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഒരു നഷ്ടക്കച്ചവടമായിട്ടാണ് പോകുന്നത്. അപ്പോൾ കാട്ടിലേക്ക് വിഭവങ്ങൾ കുറയുന്നു, വെള്ളം കുറയുന്നു. വെള്ളം കുടിക്കാനാണ് പ്രധാനമായിട്ട് വരുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കി അത് നാട്ടിൽ വന്നതിന് ശേഷം വെള്ളമൊന്നും കിട്ടാതിരുന്ന ആന ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ കണ്ടറിയാൻ പറ്റും. ഈ മണ്ണ് വാരിയിട്ട് അതിൻ്റെ പുറത്തെറിയും. ഈ തുമ്പിക്കൈ കൊണ്ട് മണ്ണ് വാരി പിന്നെ കിടന്ന് ഉരുണ്ട് വേണ്ട വെള്ളം കാണിക്കും ആന. അതെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ഭയങ്കരമായി ചൂടുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ല, മണ്ണ് വാരി എറിഞ്ഞ് അത് അതിൻ്റെ ഒരു അസ്വസ്ഥത തീർക്കുന്നതാണ്. മനസ്സിലായി? വാരി തിന്നുക, വാരി എറിയുക. കാരണം ഒരു സ്ട്രെസ്സായി കഴിയും. ചൂട് വരുമ്പോഴേ നമുക്കായാലും വല്ലാത്ത ചൂടല്ലേ. അപ്പം കാട്ടിലെ രണ്ട് സംഭവങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ കാടെന്ന ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റം. പിന്നെ ആനയൊക്കെ വളരെ ഉൾവനങ്ങളിലല്ല ആന താമസിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയത്. വളരെ ഉൾവനങ്ങളിലല്ല, കുറച്ചുകൂടി സ്ഥലങ്ങളിലായിരിക്കും. നമ്മൾ ഇപ്പോൾ ആതിരപ്പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ വാഴച്ചാലൊക്കെ 5 മണിക്ക് ശേഷം ഒരു കാരണവശാലും വണ്ടികളൊന്നും വിടത്തില്ല. കാരണം ഇപ്പോൾ സ്ഥിരമായി എന്തിറങ്ങി തുടങ്ങി. പണ്ട് അങ്ങനെയൊന്നുമില്ല, രാത്രിയൊക്കെ പോകാൻ അതിനകത്ത്. ഇപ്പം ആ മെയിൻ റോഡ് വാഴച്ചാൽ പൊള്ളാച്ചി, അതായത് ആതിരപ്പള്ളി വാഴച്ചാൽ പൊള്ളാച്ചി റോഡിൽ പഴയ കാലത്ത് രാത്രിയും കുറച്ച് ലേറ്റായി പോലും 6 മണി 7 മണിയായി പോയാലും സഞ്ചാരം അനുവദിക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ കറക്റ്റ് 5 മണിയാകുമ്പോൾ ആര് പിടിക്കും? സെക്യൂരിറ്റി പിടിക്കും, അവിടുത്തെ ഫോറസ്റ്റുകാർ പിടിക്കും. ഒരു വണ്ടിയും വിടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല. കാരണം ആന ഇറങ്ങും എന്നുള്ളതാണ്. വ്യാപകമായിട്ട് ആന ഇറങ്ങുന്നുണ്ട് കാട്ടിൽ നിന്ന്. ഇതാണ് കാരണം. ഒന്ന്, വെള്ളമില്ല, വറ്റി വരേണ്ട കിടക്കുകയാണ്. അതേസമയം തമിഴ്നാട്ടിൽ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് ഞാൻ. ഈ കാട്ടിനകത്ത് തന്നെ ഈ തമിഴ്നാട്ടുകാരെന്ത് ചെയ്യും? നല്ല കുളം കുഴിക്കും. എന്നിട്ട് ടാങ്കർ ലോറിൽ എവിടെ കൊണ്ട് വെള്ളം ഒഴിക്കും? കുളത്തിൽ. കുറച്ച് കഴിഞ്ഞ് രാവിലെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ അവർ ക്യാമറ വെച്ചിട്ടുണ്ട് മോണിറ്റർ ചെയ്യാനായിട്ട്. കുറച്ച് ദൂരം മാറ്റി മരങ്ങളിൽ നല്ല ഹൈ പവർ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റൂമിൽ ഇരുന്ന് തന്നെ ഫോറസ്റ്റ് ഓഫീസിൽ ഇരുന്ന് മോണിറ്റർ ചെയ്യാം. വൈകുന്നേരം ആകുമ്പം 100 കണക്കിന് മൃഗങ്ങളൊക്കെയാണ് വന്ന് എന്ത് ചെയ്യുന്നത്? ഈ വെള്ളം കുടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ അവരത് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് വരുന്നത്. ഇപ്പം നമുക്കൊരു ഉൾവനത്തിൽ കൊടുക്കാം. കുറച്ച് ഉൾവനത്തിലാണ് ചെയ്തിരിക്കുന്നത്. ആൾ പോകാത്ത ജീപ്പ് മാത്രം പോകുന്ന ഉൾവനത്തിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഉൾവനത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് സാധനം ചെയ്തിരിക്കുന്നത് സക്സസ് ആണ്. അത് ഒരുപാട് കൊടുക്കും. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ഒരു ചായക്കടയിൽ തട്ടുകടയിൽ അടുത്ത് നിന്നിട്ട് സ്ഥിരമായിട്ട് ഈ പക്ഷികൾക്ക് ഇടുന്ന എന്തെങ്കിലും ഇട്ട് വരുന്നത്, പിന്നെ അവിടെ 5ആയി 10ആയി 100ആയി. പിന്നെ ഈ പക്ഷികൾക്കറിയാം ഇത് അവിടെ കൊടുക്കുന്ന സ്ഥലമാണെന്ന്. ഒരു മെസ്സേജ് ഇല്ലാതെ അവിടെ നിൽക്കും. ഉദാഹരണം, നമ്മൾ മരപ്പാലപ്പം ജംഗ്ഷനുണ്ട്. മരപ്പാലം ജംഗ്ഷനിൽ ഒരു ചെറിയ തട്ടുകടയുണ്ട്. അവിടെ ആരോ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്താണ് ഈ പ്രാവിനും ഒക്കെ ഒന്ന്. ഇപ്പോൾ പക്ഷേ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ അവിടുത്തെ കമ്പികൾ നിറച്ച്, ഇലക്ട്രിക് പോസ്റ്റുകളുടെ കമ്പികൾ നിറച്ച് പ്രാവും കാക്കയാണ് വന്നിരിക്കുന്നത്. അതിന് ആര് മെസ്സേജ് കൊടുത്തു? 2-3 ദിവസം പ്രാക്ടീസ് വന്നതാണ്. എന്ന് പറഞ്ഞാൽ കാട്ടിനകത്ത് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വനവിഭവങ്ങൾ, ഈ
പിന്നെ എന്താണ് ഫലവൃക്ഷങ്ങൾ വ്യാപകമായിട്ട് ഇപ്പം നഷ്ടപ്പെട്ടു പോയി കാട്ടിനകത്ത്. അതും ഇത് നാട്ടിലേക്ക് വരാനൊരു കാരണമാണ്. അപ്പം അത് കമ്പിവേലി കെട്ടിയതുകൊണ്ടൊന്നും തീരുന്നതല്ല. കുറേ ആനകളെ കൊല്ലാം എന്നുള്ളതിനപ്പുറം വേറെ കാര്യമൊന്നും നടക്കുന്നതല്ല. അപ്പം നമ്മുടെ വനസംരക്ഷണം കൂടുതലൊന്ന് മാറേണ്ടതുണ്ട്. കാട്ടിലെങ്ങനെ മഴ ഇപ്പം ഇല്ല, ഒന്നാമത്തെ വിഷയം. മഴ വളരെ കുറഞ്ഞു വരുന്നു. സീസൺ മാറിയല്ല, മഴയുടെ സീസൺ മാറിയല്ല. അപ്പം വെള്ളമില്ല കാട്ടിൽ, പുഴയിലൊന്നും വെള്ളമില്ല, അപ്പം കുടിക്കാൻ വെള്ളമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് താഴെ ഇറങ്ങി വരും. അതാണ് ആനത്താരയൊക്കെ ഉണ്ടാകുന്നത്, അതിൻ്റെ വഴിയൊക്കെ ഉണ്ടാകും. അല്ല, ഈ പറഞ്ഞ രീതിയിൽ അവിടെ കുളം നിർമ്മിച്ചിട്ട് വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ വ്യത്യാസം വരും. നാട്ടിലേക്ക് വരുന്നതിന്റെ അത് എല്ലാ മൃഗങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ മൃഗങ്ങളും ഇറങ്ങി ഉപയോഗിക്കാറുണ്ട്. ആ വീഡിയോ ഞാൻ പറഞ്ഞില്ല, നമുക്കത് കാണിക്കേണ്ട ഒരു വീഡിയോ ആയിരുന്നു. ധാരാളം തമിഴ്നാട് ഗവൺമെന്റിന്റെ പദ്ധതിയാണ്, വനംവകുപ്പിന്റെ പദ്ധതിയാണ്. കാരണം ഇത് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന വനംവകുപ്പിന്റെ പദ്ധതി. നമ്മൾ ആലോചിച്ചാണ് കുളം കുഴിക്കൽ പരിപാടിയൊക്കെ നമുക്ക് ഇട്ടതാണ്. പക്ഷെ അതൊന്നും എന്തായില്ല, നമുക്ക് സക്സസ് ആയില്ല. പല വർഷം വെച്ച് പിടിപ്പിക്കുന്ന പരിപാടി നമ്മൾ ഇട്ടതാണ്. പക്ഷെ അതൊന്നും നമ്മളങ്ങോട്ട് അല്ല. ഈ ചൂട് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആനയുടെ കാര്യം പറഞ്ഞു, അതുപോലെ പുലി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പുലി ഇറങ്ങും, ആന ഇറങ്ങും, പാമ്പുകൾ വരും. പാമ്പ് വെള്ളം കുടിക്കാൻ വരുന്നതല്ല, പുറത്തേക്ക് ചൂട് സഹിക്കാൻ വയ്യാതെ പുറത്തേക്ക് വന്ന് വെള്ളം കാണിക്കുന്നതാണ്. അല്ലാതെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്നതല്ല. വെള്ളം കുടിക്കാൻ വരുന്നത് കൂടുതൽ വരുന്നത് ആനയാണ്. ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിക്കാൻ വേണ്ടി പുലിയും വരും, മറ്റേ കാട്ടുകുരങ്ങും ഒക്കെ. കാട്ടുപന്നി വരും. കാട്ടുപന്നി വ്യാപകമായിട്ട് വരുന്ന എല്ലാ ഭക്ഷ്യം കഴിക്കാനാണ്, വെള്ളത്തിനേക്കാൾ കൂടുതൽ കഴിക്കും. അത് വലിയ വ്യാപകമാണ് കേരളത്തിൽ, വളരെ വ്യാപകമായിട്ടാണ്. മലയോര പ്രദേശങ്ങളിൽ കൃഷി അവർക്ക് ചെയ്യാനേ പറ്റത്തില്ല. അതിൻ്റെ അളവ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വരുന്ന മാസങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കും. നല്ല ചൂടാണ് കാട്ടിനകത്ത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇത് വരും. അപ്പം യഥാർത്ഥത്തിൽ നാട്ടിൽ ചൂടുള്ളപ്പോൾ കാട്ടിൽ പോയ എന്ത് വരേണ്ടതാണ്? തണുപ്പ് വരേണ്ടതാണ്, അല്ലെങ്കിൽ വെള്ളം അവിടെ കാണേണ്ടതാണ്. നാട്ടിൽ പുഴയിൽ വെള്ളം ഇല്ലായിരിക്കുമ്പോഴും കാട്ടിലെ അരുവിയിൽ എപ്പോഴും വെള്ളം കാണേണ്ടതാണ്. ഈ പുലി കേരളത്തിൽ ഏത് ഭാഗത്തായിരിക്കും കൂടുതലായിട്ട്? ഏത് വനഭാഗത്ത് നിന്നാണ്? പത്തനംതിട്ട ജില്ലയിൽ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ല കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ വയനാട് ജില്ലയിൽ കാണിക്കുന്നുണ്ട്, 2-3 സ്ഥലങ്ങൾ കാണിച്ചു. കൊല്ലത്തെ ആര്യങ്കാവ്, തെമ്മല ആ റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. അത് ആനയാണല്ലോ. ആനയുണ്ട്, മറ്റേതിൽ പുലിയും കാണിച്ചിട്ടുണ്ട്. അവിടെ പത്തനംതിട്ടയിലും പുലിയുടെ ഇറങ്ങുന്ന കാണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ശബരിമല കാടുമായിട്ട് ബന്ധപ്പെട്ട് ആ വെസ്റ്റേൺ കാട്ടിന്റെ തെക്കൻ ഭാഗങ്ങളാണ് ഞാൻ ഈ പറയുന്നതല്ല. അഗസ്ത്യമല തൊട്ട് അങ്ങോട്ട് കിടക്കുന്ന തെക്കൻ മലകളുണ്ടല്ലോ, അതാണ് അഗസ്ത്യമലയുടെ ഇങ്ങേ ഭാഗത്ത് കിടക്കുന്ന മലകളിലാണ് ഈ പുലി ഇറങ്ങുന്നത്. വെള്ളം കുടിക്കാൻ വേണ്ടി, വെള്ളം കുടിക്കാൻ ഇറങ്ങും. അത് ഭക്ഷണത്തിനും വരും. അത് ഭക്ഷണം എടുത്തുകൊണ്ട് പോകും. അത് ആട്. പക്ഷെ ഭക്ഷണം എടുക്കുന്നത് കൂടുതൽ ആരെയായിരിക്കും എടുക്കുന്നത്? ആനയൊന്നും വന്നൊരിക്കലും മൃഗങ്ങളെ എടുത്തുകൊണ്ട് പോകാറില്ല. ആട്, പട്ടിയൊന്നും അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ കണ്ടിട്ടില്ല. അതേസമയം പുലി വന്നാൽ കൃത്യമായിട്ട് ആരെ തന്നെ കൊണ്ടുപോകും. വീട്ടിൽ ആടുണ്ടെങ്കിൽ ആടിനെ തന്നെ കൊണ്ടുപോകുന്നത്. ഒരുപാട് ആടുകളെ കൊണ്ടുപോയിട്ടുണ്ട് പുലി വന്നിട്ട്. വയനാട് പിന്നെ ധാരാളം ആടിനെ കൊണ്ടുപോയിട്ടുണ്ട്. ആടുകൾ, പിന്നെ കോഴി. പുലി വന്ന് കോഴിയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിന് കിട്ടുന്ന മൃഗത്തിനെ അത് കൊണ്ടുപോകും, അല്ലെങ്കിൽ കിട്ടുന്ന പക്ഷിയെ കൊണ്ടുപോകും. അപ്പോൾ അത് കൊണ്ടുപോകും. അപ്പോൾ അടിയന്തരമായിട്ട് ഇപ്പോൾ ചെയ്തു തീർക്കാനായിട്ടൊന്നും ഉണ്ട്. അടിയന്തരമല്ല, ഇതിനെ 2 രീതിയിൽ കണ്ടാൽ മതി സാറേ. ഒന്നെന്ന് പറയുന്നത് കാട്ടിൽ ധാരാളം മഴ പെയ്യുന്നുണ്ട്, അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. അത് സംരക്ഷിക്കപ്പെടുന്ന നിലയിൽ കാട്ടിൽ എന്ത് വരണം? കൂടുതൽ പച്ചപ്പും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കി കൊണ്ടുവരണം. ഒരു വശത്ത് നേരത്തെ കുളങ്ങൾ കുഴിക്കുന്ന കാര്യം പറഞ്ഞു, പല വർഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബഫർ സോൺ ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്നേ. നമ്മൾ ശ്രമിക്കുന്നത് എന്താ? ബഫർ സോൺ ഇല്ലാതാക്കാനാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താ? ബഫർ സോൺ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബഫർ സോൺ മെയിൻറ്റെയിൻ ചെയ്ത് ബഫർ സോണിന് അപ്പുറത്തോട്ട് ഈ പരിപാടികൾ നടത്തി അതുവരെ വരുവുള്ളത്. വന്നിറങ്ങി അങ്ങ് തിരിച്ച് കയറി പോകും. ഇത് വേറെ ഒരു പ്രശ്നമുണ്ട്. എന്താ പറയുക, ഈ നാട്ടിലിറങ്ങി വന്ന് വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ഒരു സുഖം കിട്ടും അതിനകത്ത്. അത് അവിടെ തന്നെ നിൽക്കും, പോവില്ല. അപ്പോഴാണ് ഈ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നത്, നാളെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാടെന്ന് വേറെ ഒരു മാർഗ്ഗം നമ്മുടെ മുന്നിൽ, അല്ലെങ്കിൽ മുള്ളുവേലി കെട്ടുക, അല്ലെങ്കിൽ ഇലക്ട്രിക് വേലി കെട്ടുക എന്നാണ്. അതിപ്പോൾ ആളുകൾ ചുമ്മാ ആനയെ കൊല്ലുക എന്നുള്ളതല്ലാതെ അതൊരു പരിഹാരമല്ല, സ്ഥിര പരിഹാരമല്ല. അപ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു പരിഹാരം ഈ പറഞ്ഞുള്ള കാടെന്ന ആവാസ വ്യവസ്ഥയെ കുറച്ചുകൂടി സംരക്ഷിക്കുന്ന രീതിയിൽ വനാതിർത്തിയിലുള്ളവർ, ആദിവാസികളൊക്കെ ഒരുപാട് പേരുണ്ട് കാട്ടിൻ്റെ നിൽക്കുന്നവർ. അവരെ കൂടെയൊക്കെ സപ്പോർട്ട് എടുത്തുകൊണ്ട് പരമാവധി ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചു കൊടുക്കുക, കഴിയുമെങ്കിൽ പുതിയ ജലസ്രോതസ് ഉണ്ടാക്കുക, മരങ്ങൾ ധാരാളമായി, ഫലവൃക്ഷങ്ങൾ, അതാണ് സാധാരണ മരം വെച്ചിട്ട് കാര്യമില്ല, ഫലവൃക്ഷങ്ങൾ ധാരാളം ചെയ്യുക. പിന്നെ മുളങ്കാടിന് ചൂട് കൂടുമ്പം വല്ലാതെ ചൂട് പിടിച്ച് കൊടുക്കും. അപ്പോൾ അതുമൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിച്ച് കൊണ്ടുപോകേണ്ട ഒരു മേഖലയാണ് അത്. അതേ ഉള്ളൂ നമ്മളെ പരിഹാരം എന്നുള്ളത്. പിന്നെ നാട്ടിലെ ആവാസ വ്യവസ്ഥയും മാറിയല്ലോ, കാട് മാത്രമല്ലല്ലോ, നാടിൻ്റെ ആവാസ വ്യവസ്ഥയും വേറൊരു തരത്തിലേക്ക് മാറി. കാരണം നേരത്തെ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിക്കും. നേരത്തെ ആണെങ്കിൽ അവർ ഇറങ്ങിയ ഇമ്മീഡിയറ്റ് സ്ഥലത്ത് പുഴയിൽ വെള്ളമുണ്ട്, ഇപ്പോൾ കുടിച്ചിട്ട് അവന് കയറി പോകാം. ഇപ്പം ഇമ്മീഡിയറ്റ് പുഴയിൽ എന്തില്ല? വെള്ളമില്ല. അവൻ വെള്ളം തിരക്കി പോകണം. അപ്പോൾ കുറച്ച് എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കുമ്പോഴായിരിക്കും ആൾവാസം താമസമുള്ള സ്ഥലത്തിൻ്റെ അടുത്തായിരിക്കും വെള്ളം കിടക്കുന്നത്. വെള്ളമുള്ളിടത്താണല്ലോ ആളുകൾ താമസിക്കുന്നത്. അങ്ങനെയുണ്ടല്ലോ, ഇതൊരു വല്ല സർക്കിളാണ്, വിഷ്വൽ സർക്കിളാണ്. വെള്ളമുള്ളിടത്തായിരിക്കും ആളുകൾ താമസിക്കുന്നത്, അവിടെ തിരക്കിയാണ് ആന പോകുന്നത്, അല്ലെങ്കിൽ പുലി ചെല്ലുന്നത്, ഇത് മൃഗങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട്
ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു രീതി വരും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, പുലി അങ്ങനെയല്ല, പക്ഷെ ആനയൊക്കെ നമ്മൾ ഒരുപാട് വെള്ളം ഉണ്ടാക്കാതിരുന്നാൽ അത് എന്ത് ചെയ്തോളും? അത് വെള്ളം കുടിച്ചിട്ട് കയറി പൊക്കോളും. അതിൻ്റെ പിറകെ എന്ത് ചെയ്യാതിരുന്നാൽ മതി? പോയി വലിയ പെരുമ്പറ അടിച്ച് ബഹളം ഉണ്ടാക്കി അതിൻ്റെ പിറകെ വലിയ അസ്വസ്ഥത തന്നെ ഉണ്ടാക്കാതിരുന്നത്. പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുമ്പോഴാണ് അത് കൂടുതൽ വയലൻ്റായി ഒരു ഉപദ്രവ ടെൻഡൻസിയിലേക്ക് വരുന്നത്. മറ്റേ പുലി വേറൊരു തരത്തിലുള്ള മൃഗമാണ്. അപ്പോൾ പലതരത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാട് സംരക്ഷിച്ചുകൊണ്ടും പല വർഷങ്ങൾ വെച്ച് പിടിപ്പിച്ചും ബഫർ സോണുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തും ജലസ്രോതസ്സിൽ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ദീർഘകാലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കാടിനെ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ സംഘർഷം അനിമൽ മാൻ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.